വയനാട് ചുരിമലയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ കടുവയെ ഇപ്പോൾ തൃശൂരിലേക്ക് മാറ്റുകയാണ്. കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച് ചികിത്സ നൽകും. വയനാട്ടിൽ നിന്നും പിടിയിലായതിൽ പുത്തൂരിലേക്ക് മാറ്റുന്ന രണ്ടാമത്തെ കടുവയാണിത്. തിയോഫിൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുക ഈ കടുവയെ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നു. പരിക്കുകളുണ്ട്, കാര്യമായ ചികിത്സ അത് കടുവയെ മാറ്റിയതിനു ശേഷം ഇന്ന് തന്നെ നൽകാനാണോ തീരുമാനം? കാവ്യ, അല്പസമയത്തിനകം കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ പാർക്കിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി 10:00-ഓടുകൂടിയാണ് കടുവയുമായി പ്രത്യേക സംഘം പ്രത്യേക വാഹനത്തിൽ പുത്തൂരിലേക്ക് പുറപ്പെട്ടത്. പുത്തൂരിലേക്ക് കടുവയെ കൊണ്ടുവരാനുള്ളൊരു കാരണം നമുക്കറിയാം. വയനാട്ടിലുള്ള കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ 6 കടുവകളെ മാത്രമാണ് താമസിപ്പിക്കാനുള്ള സൗകര്യമുള്ളത്. ഈ കടുവ കൂടി എത്തുമ്പോൾ 7 കടുവകളാകുന്നു. അങ്ങനെ ഈ കടുവകളെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പുത്തൂരിലേക്ക് മാറ്റുന്നത്. നേരത്തെ രുദ്രൻ എന്ന കടുവയും ഇതേ സമാന സാഹചര്യത്തിൽ പുത്തൂരിലേക്ക് മാറ്റിയിരുന്നു. ഈ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്ന ആവശ്യം കൂടിയുണ്ട്. കാരണം ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യം ലഭ്യമാക്കാനുള്ളൊരു അപര്യാപ്തത വയനാടിനെ സംബന്ധിച്ചുണ്ട്, വയനാട്ടിലെ കേന്ദ്രത്തിൽ. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക, കടുവയെ താമസിപ്പിക്കാനുള്ള സൗകര്യം കൂടി ലഭ്യമാക്കുക എന്നതുകൂടി പരിഗണിച്ചാണ് പുത്തൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. നേരത്തെ രുദ്രൻ എന്ന കടുവയെ മാറ്റിയപ്പോൾ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യം കൊടുക്കാനായി പുത്തൂരിൽ സാധിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ ഒരു ചികിത്സാ സൗകര്യം നൽകി ഇവിടെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാനാണ് തീരുമാനം. എന്തായാലും രുദ്രൻ എന്ന കടുവയ്ക്ക് നൽകിയതുപോലുള്ള ഒരു വലിയ ചികിത്സയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം അത്ര ഗുരുതരമായ പരിക്ക് ഈ കടുവയ്ക്ക് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കടുവയുടെ പല്ലിനും മുൻകാലിലെ നഖത്തിലുമാണ് പരിക്ക്. എന്തായാലും കൊണ്ടുവന്ന ശേഷം പുത്തൂരിൽ എത്തിച്ച ശേഷം ഡോക്ടർമാർ കടുവയെ പരിശോധിക്കുകയും തുടർന്ന് ക്വാറന്റൈനിലേക്ക് മാറ്റും. ചികിത്സകൾ മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഈ പരിശോധനയ്ക്ക് ശേഷമാകും തീരുമാനിക്കുക. കാവ്യ, ാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ നമ്മൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ കടുവയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് അല്പം മുൻപ് കണ്ടത്. എന്തായാലും വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് തന്നെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയതിനു ശേഷം കടുവയെ ക്വാറന്റൈനിലേക്ക് പ്രവേശിപ്പിക്കും. പിന്നീടാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ കടക്കുക.